ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുവാൻ ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോപണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെ എവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. നാം ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും, ദൈവം നമ്മോട് കൂടെ ഉണ്ടോ എന്ന്. ചിലർ അതിന് മറുപടിയായി അറിയില്ല എന്ന് പറയുമ്പോൾ മറ്റു ചിലർ സംശയത്തോടുകൂടി എന്നോടൊപ്പം കാണാതിരിക്കുമോ എന്ന് ചോദിക്കും. വിശ്വാസത്തോടുകൂടി എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്ന്? ദൈവം നമ്മോടുകൂടെ ഉണ്ടാകണമെങ്കിൽ അവനിൽ നാം പരിപൂർണമായി വിശ്വസിക്കണം. അവനിൽ നാം വിശ്വസിക്കണമെങ്കിൽ അവൻ ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ അവനെ നാം ഭയപ്പെടണം. അവനെ ഭയപ്പെടണമെങ്കിൽ അവൻ്റെ ശക്തി എന്താണ് എന്ന് അറിയണം. അവൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കണം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ജീവനുള്ള സർവശക്തനായ ദൈവത്തെ നാം എങ്ങനെ ആണ് ആരാധിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിനായി നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ വഴികളെ നാം തിരിച്ചറിയണം. ആ വഴികളെ തിരിച്ചറിയണമെങ്കിൽ നാം വചനം എന്താണ് പറയുന്നത് എന്ന് നോക്കണം. വചനം പറയുന്നത് എന്ത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം വേദപുസ്തകം നിരന്തരം വായിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി നമുക്ക് ഒരു വേദഭാഗം നോക്കാം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം മുതൽ 5-ാം വാക്യം വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോഴും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുപടിയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വില ഏറിയവനും മാന്യനും ആയി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യുമെന്നാണ് ഈ വേദഭാഗം പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ കാണുന്നത് തീയിൽ ഇട്ടത് 3 പേരെയാണ്. എന്നാൽ അവിടെ 4 പേരെയാണ് നാം കാണുന്നത്. സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞ ദാനിയേലിനെ സിംഹം കീറിക്കളയാതെ അവിടെ വായ അടച്ചതും ദൈവം തന്നെയാണ്. നാം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് 366 പ്രാവശ്യം വേദപുസ്തകത്തിൽ ആവർത്തിക്കുന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ സംഗ്രഹിക്കുകയാണ് എങ്കിൽ ഭയപ്പെടാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്ന വേദഭാഗം എന്ന് പറയുന്നത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഞാൻ കൽപ്പിച്ചതായ ആ പ്രമാണങ്ങളൊക്കെയും നീ പ്രമാണിച്ച് എൻ്റെ ഉപദേശം സ്വീകരിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്ന ആ വേദഭാവം കൂടി നാം മനസ്സിലാക്കുന്നുവെങ്കിൽ അതിൽ ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ടാകും എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്.
അത് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ മോശയുടെ പ്രവൃത്തികൾ നാം കാണുമ്പോൾ മനസ്സിലാകുന്നത് അവന് മുമ്പായി അവനോടൊപ്പം യാത്ര ചെയ്തവനാണ് ദൈവമെന്നാണ്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനങ്ങളോടൊപ്പം 40 വർഷം സഞ്ചരിച്ചവനാണ് ദൈവം. പകൽ മേഘസ്തംഭം ആയാലും രാത്രിയിൽ അഗ്നിത്തൂൺ ആയും പ്രവർത്തിച്ചവൻ ആണ് അവൻ എന്ന് നമുക്ക് അറിയാം. പാറയിൽ നിന്നും ജലം പുറപ്പെടുവിച്ചവനാണ് ദൈവം. മാറായെ മധുരമാക്കിയവനാണ് ദൈവം. 6 ദിവസം മന്ന വർഷിച്ച് 7 ദിവസങ്ങൾ തീറ്റിപ്പോറ്റിയവനാണ് ദൈവം. 40 വർഷത്തോളം ഇസ്രായേൽ മക്കളുടെ വസ്ത്രങ്ങളെ പഴകാതെ സൂക്ഷിച്ചവനാണ് ദൈവം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രോഗികളെ സൗഖ്യമാക്കിയവനാണ് ദൈവം. ഭൂതങ്ങളെ പുറത്താക്കിയവനാണ് ദൈവം. വിശക്കുന്നവനെ അപ്പം കൊടുത്തവനാണ് ദൈവം. എമ്മാവൂസിലേക്ക് ദുഃഖിതരായി യാത്ര തിരിച്ച 2 സ്ലീഹന്മാരോടൊപ്പം അവൻ യാത്ര ചെയ്തവനാണ്. തിബിരിയോസിൽ അപ്പവും മീനും ഒരുക്കി കാത്തുനിന്നവനാണ് ദൈവം. യോഹന്നാൻ 21 ദൈവം നമ്മോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. ആയതിനാൽ അവൻ നമ്മെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഇറങ്ങി വന്ന് നമുക്കായി പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾ അവൻ കാണുന്നു, നമ്മുടെ നിലവിളി അവൻ കേൾക്കുന്നു, അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു, ഇറങ്ങി വന്ന് നമുക്കായി പ്രവർത്തിക്കുന്നു. ഹാഗാറിന്റെ നിലവിളി അവൻ കേട്ടു, നിനവേ നഗരത്തിന്റെ നിലവിളി അവൻ കേട്ടു, യോന പ്രവാചകന്റെ നിലവിളി അവൻ കേട്ടു. 139 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നമ്മെ തിരിച്ചറിയുന്ന ദൈവത്തെ നാം കാണുന്നു. ലൂക്കോസ് സുവിശേഷം 15 3 ഉപമകളാണ് നാം കാണുന്നത്. കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ. ദൈവസ്നേഹത്തിന്റെ അഗ്നി നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതിസന്ധികളെ നേരിടുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരുക്കുന്ന സ്നേഹമാണ്. അവൻ ഉൽപ്പത്തി 1 അവൻ ഒരുക്കുന്നവനാണ് എന്ന് കാണുന്നു. അചഞ്ചലമായ സ്നേഹമുള്ളവനാണ് അവൻ. യെശയ്യാ 54 10 11 വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വ്യവസ്ഥകൾ ഇല്ലാത്ത സ്നേഹമുള്ളവനാണ് അവൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1 നോക്കുക. പരിപാലിക്കുന്ന സ്നേഹമാണ് അവൻ. ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കുക. പദ്ധതിയുടെ സ്നേഹമാണ് അവൻ. യിരെമ്യാ 29 11 മുതൽ 13 വരെയുള്ള ഭാഗം നോക്കുക. വ്യക്തിപരമായ സ്നേഹമാണ് അവൻ. ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 12 7 നോക്കുക. അളവില്ലാത്ത സ്നേഹം ആണ് അവൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 59 1 നോക്കുക. നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഏതാണ്ട് 82% വചനങ്ങളും ആശ്വസിപ്പിക്കുന്ന വചനങ്ങളാണ് എന്ന് നമുക്ക് കാണാം. ആശ്വാസം ലഭിക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. അവൻ നമ്മോടൊപ്പം ഉണ്ടാവണമെങ്കിൽ നാം അവനെ വിശ്വസിച്ച് അവനെ ആരാധിക്കണം. അതിനായി നാം ആവർത്തന പുസ്തകം 6 പറയുന്നത് മനസ്സിലാക്കണം. നിന്റെ ദൈവമായ യഹോവയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് നാം നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 22:37 വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 12:30 33 വാക്യവും വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 10 നോക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം എങ്ങനെ അവനെ ആരാധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ബാക്കിയുള്ള ജീവിതം സന്തോഷപ്രദമായി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ പാതയിലൂടെ സഞ്ചരിക്കാൻ നാം തയ്യാറാകണം. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും അവൻ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ അവൻ്റെ പാദത്തെ സമർപ്പിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.